ഇഫ്താർ സംഗമത്തിൻ്റെ അധ്യക്ഷൻ ജില്ലാ പ്രസിഡന്റ് ശ്രീ എൻ പ്രതീഷ്, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ അമരക്കാരൻ സംസ്ഥാന അധ്യക്ഷൻ എത്രയും ബഹുമാനായ ശ്രീ ജി ജയപാൽ അവർകൾ, മറ്റ് സംസ്ഥാന ജില്ലാ ഭാരവാഹികളെ, നമ്മളെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, ഇന്ന് നമ്മളിവിടെ ഈ സായാഹ്ന സന്ധ്യയിൽ ഒന്നിച്ചു കൂടുന്നത് നോയമ്പിൻ്റെ പുണ്യമാസം ഏറ്റവും സൗഹാർദ്ദത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും ഏറ്റവും നല്ല ഒരു അവസരമായി കണ്ടുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ കോട്ടയം ജില്ലാ കമ്മിറ്റി നമ്മൾ ഇഫ്താർ സംഗമം കാഞ്ഞിരപ്പള്ളിയിൽ വെച്ച് കൂടുകയുണ്ടായി. ഈ വർഷം നമ്മൾ മാറ്റം വരുത്തി നമ്മൾ കരുണയിൽ ഇവിടെ അന്തേവാസികളായിട്ടുള്ള അവരോടൊപ്പം നമ്മൾ ഇഫ്താർ വിരുന്ന് ഒരുക്കണമെന്നും ഇവിടെ വന്ന് അവരോടൊപ്പം നമ്മൾ ഈ നോയമ്പ് തുറ നടത്തണമെന്നും ജില്ലാ കമ്മിറ്റിയിലെ തലപ്പത്തിരിക്കുന്ന സംസ്ഥാന ട്രഷറർ മുഹമ്മദ് ഷരീഫ് അടക്കമുള്ളവർ തീരുമാനിക്കുകയും അത് തീർച്ചയായിട്ടും അത് ഇവിടെ വച്ച് തന്നെ ഇന്ന് നമുക്കിവിടെ ഒന്നിച്ചു കൂടുവാനും മതസൗഹാർദ്ദത്തിൻ്റെയും സഹോദരത്തിൻ്റെയും ഏറ്റവും വലിയ ഒരു കാര്യമായി നമ്മളിതിനെ കണ്ടുകൊണ്ട് കോട്ടയം ജില്ലയുടെ 16 യൂണിറ്റിൻ്റെ ഭാരവാഹികളാണ് ഇന്നിവിടെ നമ്മുടെ ഇടയിലിരിക്കുക. മെമ്പർമാരെ അല്ലാത്ത ഭാരവാഹികൾ എല്ലാവരെയും കൂടി നമ്മൾക്കൂടെ ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഭരണസമിതിയെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ ഈ പരിപാടി മിനിമൈസ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പരിപാടി ഇഫ്താർ സംഗമത്തിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യം. ഇന്ന് ഈ സംഗമത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന നമ്മുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ എൻ പ്രതീഷ് അവറുകളെ നിങ്ങളുടെ ഓരോരുത്തരുടെയും നാമത്തിൽ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ KHRA എന്ന് പറയുന്ന സംഘടനയുടെ അമരക്കാരൻ കഴിഞ്ഞ കാലങ്ങളിൽ സംഘടന എങ്ങനെയായിരിക്കണം, എന്താണ്, എവിടെ, ഏതറ്റം വരെ നമ്മൾക്ക് പോകാം എന്ന് തേർതെളിച്ച് വഴികാട്ടിയ ആ വലിയ മനസ്സിൻ്റെ ഉടമ കേരളത്തിലെ ഇതര ജില്ലകളിൽ ഇഫ്താർ സംഗമത്തിൽ പോയി പങ്കെടുക്കുകയും സഹോദരങ്ങളോടൊപ്പം അവരുടെ നോയമ്പ് തുറയിൽ പങ്കെടുക്കുകയും ഇന്ന് ഈ വലിയ തിരക്കിനിടയിലും കോട്ടയം ജില്ലയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ ഏറ്റവും ബഹുമാനായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ജയപാൽ അവറുകളെയും അദ്ദേഹത്തിൻ്റെ ഭക്തി ജസി മേഡത്തെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും നാമത്തിൽ ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റിരുന്നതും വളരെ സന്തോഷത്തോടു കൂടി ഞാൻ എത്തുമെന്നും പറഞ്ഞിരുന്ന ഈ പൂഞ്ഞാറിൻ്റെ MLA നമ്മുടെ എല്ലാ പരിപാടികളിലും എൻ്റെ ഓർമ്മയിൽ അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന കാലം മുതൽ അദ്ദേഹവുമായി ഒരു വലിയ ബന്ധം സംഘടനയ്ക്കുണ്ട്. ഏത് കാര്യവും എപ്പോഴും ഏത് വിളിപ്പുറത്തും വിളി കേൾക്കുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിലും ഈ കരുണയുടെ പല കാര്യങ്ങളിൽ അദ്ദേഹം ഇടപെടുന്നു എന്ന അറിവുള്ളതുകൊണ്ടും അദ്ദേഹത്തെയാണ് നമ്മൾ ഇതിൻ്റെ ഉദ്ഘാടനത്തിന് തീരുമാനിച്ചത്. പക്ഷേ സാഹചര്യം ഇന്ന് അദ്ദേഹം ഇന്ന് തിരുവനന്തപുരത്താണ്. 5 ബില്ലുകൾ ഇന്ന് പാസ്സാക്കേണ്ടതുണ്ട്. ഇന്ന് വൈകുന്നേരം ഇപ്പോൾ 5 മണിക്ക് മുമ്പായിട്ട് ഒരു 4 പ്രാവശ്യം ഞാനുമായി സംസാരിച്ചു. അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. അദ്ദേഹത്തെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും നാമത്തിൽ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ സംസ്ഥാന ട്രഷറർ ശ്രീ മുഹമ്മദ് ഷരീഫ്, നമ്മുടെ ജില്ലയുടെ വലിയേട്ടൻ സംസ്ഥാന ട്രഷറർ ശ്രീ മുഹമ്മദ് ഷരീഫിനെ നിങ്ങളുടെ ഓരോരുത്തരുടെയും നാമത്തിൽ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജില്ലയുടെ ചാർജുള്ള സംസ്ഥാന വൈസ് പ്രസിഡന്റ് KM രാജ അവറുകൾ, അദ്ദേഹം എത്തിയിട്ടില്ല, എത്തും. അദ്ദേഹം യാത്ര വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും നാമത്തിൽ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇഫ്താർ സന്ദേശം നൽകുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കരുണയുടെ MD
ഹാറൂൺ പുതുപ്പറമ്പിൽ എന്ന അദ്ദേഹത്തെയും നിങ്ങളുടെ ഓരോരുത്തരെയും നാമത്തിൽ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇഫ്താർ സന്ദേശം നൽകുന്ന ഷെഫീഖ് തലപ്പള്ളി, അദ്ദേഹത്തെയും നിങ്ങളുടെ ഓരോരുത്തരെയും നാമത്തിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മുൻ മുനിസിപ്പൽ ചെയർമാൻ PM സിറാജ് അവറുകളെ നിങ്ങളുടെ ഓരോരുത്തരെയും നാമത്തിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇവിടെ വന്നെത്തിയിട്ടുള്ള സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, യൂണിറ്റ് ഭാരവാഹികൾ എല്ലാവരെയും ഒറ്റ വാക്കിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ എത്തിയിരിക്കുന്ന വേദിയിലും സദസ്സിലുമുള്ള അതിവിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഈ പുണ്യമാസത്തിലെ ഈ പുണ്യദിനത്തിൽ നമ്മളിങ്ങനെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചത് മറ്റുള്ളവർക്കൊരു മാതൃകയാകുന്ന രീതിയിൽ തന്നെ കരുണ എന്ന് പറയുന്ന ഈ സ്നേഹത്തിൻ്റെ ഭവനത്തിൽ വെച്ചാണ്. ഇതൊരു നല്ല സന്ദേശമായി സമൂഹത്തിന് ലഭിക്കണം. ഒപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വലിയ വിഷയമുണ്ട്. ലഹരി എന്ന് പറയുന്ന ഒരു അപകടകരമായ ഒരു കാര്യം നമ്മുടെ ഇളം തലമുറയിലേക്ക് കടന്നു കയറുന്നതിൻ്റെ മാരക ഫലങ്ങൾ നമ്മൾ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കുറേ നാളുകളായി കണ്ടുകൊണ്ടിരിക്കുന്നു, പത്രങ്ങളിൽ കാണുന്നു. ഇതിനെതിരെ നമ്മുടെ വരും തലമുറയെ രക്ഷിക്കുവാൻ എന്ത് ചെയ്യണം എന്നുള്ള ശക്തമായ കാര്യങ്ങളും കൂടെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും എടുക്കുകയും ഒപ്പം ഇത്തരം മത കൂട്ടായ്മകൾ നടത്തി സമൂഹത്തിന് മാതൃകയാകട്ടെ എന്നും മാത്രം പറഞ്ഞുകൊണ്ട് സമയക്കുറവുകൊണ്ട് ഈ ഇഫ്താർ സംഗമത്തിന് എല്ലാ ആശംസകളും ചേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ ശ്രീ N. പ്രതീഷ്, സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട ജില്ലാ സെക്രട്ടറി ശ്രീ പിരിപ്പൂട്ടി, കരുണയുടെ ചെയർമാൻ ശ്രീ ഹാറൂൺ പുതുപ്പറമ്പിൽ, മുൻ നഗരസഭാ അധ്യക്ഷൻ ശ്രീ VM സിറാജ്, ശ്രീ ഹാഷിം ലബ ഹസീബ്, നമ്മുടെ എല്ലാം ഏറ്റവും പ്രിയപ്പെട്ട സംസ്ഥാന ട്രഷറർ ശ്രീ ഷെരീഫ് ഖാൻ, മറ്റു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയമുള്ളവരെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ഇഫ്താർ സംഗമം നടക്കുകയാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇഫ്താർ സംഗമം അല്ലെങ്കിൽ ഓണാഘോഷം അല്ലെങ്കിൽ ക്രിസ്തുമസ് ആഘോഷം നടത്തുന്ന ഇങ്ങനെയുള്ള ആഘോഷങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംഘടനയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ. ഇന്നലെ മിനിങ്ങാന്ന് എല്ലാ ദിവസവും തന്നെ ഇഫ്താർ സംഗമങ്ങളാണ്. സഹനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, കരുണയുടെ പ്രതീകമായ ഈ നോമ്പുകാലം അത് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രത്യേകത എന്താണ് എന്ന് വെച്ചാൽ ബാക്കി എല്ലായിടത്തും നടത്തുന്നതിനേക്കാളും ഇവിടെ ഒരു പ്രാധാന്യം, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഇങ്ങനെയൊരു നല്ല സ്ഥലത്ത് വെച്ച്, നന്മയുള്ള സ്ഥലത്ത് വെച്ച്, സ്നേഹമുള്ള സ്ഥലത്ത് വെച്ച് ഒരു ഇഫ്താർ സംഗമം നടത്തുമ്പോൾ അതിൻ്റെ മാറ്റ് കുറച്ചും കൂടി കൂടുകയാണ്. നമുക്കറിയാം, ഇഫ്താർ സംഗമം അടക്കമുള്ള എല്ലാ നോമ്പടക്കമുള്ള എല്ലാ ആഘോഷങ്ങളും അതെല്ലാം സഹനത്തിൻ്റെ പ്രതീകങ്ങളാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും അനുയോജ്യമായൊരു സ്ഥലത്താണ് ഇഫ്താർ സംഗമം നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കോട്ടയം ജില്ലാ കമ്മിറ്റിയെ പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇഫ്താർ സംഗമങ്ങളും ആഘോഷങ്ങളുമൊക്കെ സഹനത്തിൻ്റെ പ്രതീകം മാത്രമായിട്ടല്ല നമ്മൾ ആഘോഷിക്കുന്നത്. അതൊരു മതസൗഹൃദത്തിൻ്റെ, മനുഷ്യ സൗഹൃദത്തിൻ്റെ പ്രതീകമായിട്ട് കൂടിയാണ് ആഘോഷിക്കുന്നത്. നമ്മുടെ രാജ്യം തന്നെ നേരിടുന്ന ഏറ്റവും വലിയ ഒരു വിപത്ത് അതൊന്ന് മയക്കുമരുന്ന്, രണ്ട് വർഗീയതയുമാണ്. പലപ്പോഴും പല വേദികളിലും നമ്മൾ ആഘോഷമായിട്ട് പ്രസംഗിക്കാറുണ്ടെങ്കിലും സ്വന്തം ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും നാം അറിയാതെ തന്നെ വർഗീയമായ ചിന്തകൾക്കും വർഗീയതയ്ക്കും അടിമപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുപോലെ തന്നെയാണ് മയക്കുമരുന്ന്. വരും തലമുറയെ കാർന്നു തരുന്ന സ്വന്തം അച്ഛനമ്മമാരെയും സ്വന്തം അനിയനെ അടക്കമുള്ള കുടുംബാംഗങ്ങളെ മൃഗീയമായിട്ട് കൊല്ലുന്ന, അമിതമായ മൃഗീയ വാസനയോടുകൂടി വളരുന്ന കുട്ടികൾ മയക്കുമരുന്നിന് അടിമപ്പെടുമ്പോൾ അവിടെ ഒരു രാജ്യം തന്നെ നശിക്കപ്പെടുകയാണ്. കാരണം ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് വളർന്നു വരുന്ന ചെറുപ്പക്കാരായ കുട്ടികളാണ്. അങ്ങനെ വളർന്നു വരുന്ന തലമുറയെ കാർന്നു തരുന്നു, ചെറുപ്പക്കാരെയും മുതിർന്നവരെയും മൊത്തം ജനങ്ങളെയും കാർന്നു തരുന്ന വർഗീയത, ഇതെല്ലാം ഒരു ഭീഷണിയായിട്ട് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾക്കെല്ലാം പ്രസക്തി കൂടുകയാണ്. ഓരോ ചെറിയ സംഗമങ്ങളിലും, അത് ഇഫ്താർ സംഗമമാകട്ടെ, കുടുംബ സംഗമങ്ങളാകട്ടെ, അതല്ലെങ്കിൽ മറ്റാഘോഷങ്ങളാകട്ടെ, ഇതെല്ലാം തന്നെ
നമ്മളിലേക്ക് നന്മയും സ്നേഹവും ചൊരിഞ്ഞുകൊണ്ട് മതവർഗീയതയും ഒപ്പം തന്നെ മയക്കുമരുന്ന് പോലുള്ള നമ്മെ കാണുന്നു തെറ്റുന്ന വിപത്തുകളെല്ലാം തന്നെ നമ്മളിൽ നിന്ന് അകറ്റുവാനും നമ്മളിലേക്ക് നന്മയുടെ വെളിച്ചം കുറച്ചെങ്കിലും നമ്മളിലേക്ക് പ്രവേശിപ്പിക്കുവാനും ഇങ്ങനെയുള്ള ഓരോ ആഘോഷങ്ങളും നമുക്ക് കൂടുതലായിട്ട് കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തോടു കൂടി തന്നെ നമുക്ക് പറയുവാൻ പറ്റുന്നൊരു കാര്യം, ഇന്ന് കേരളത്തിൽ ഇതിൻ്റെ എല്ലാം ഒരു പ്രവേശനം നിഷിദ്ധമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേരളത്തിലെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ. നമുക്ക് അഭിമാനത്തോടുകൂടി തന്നെ പറയാം. ഒരു മതത്തിൻ്റെ, ഒരു വർഗീയതയുടെ, ഒരു രാഷ്ട്രീയത്തിൻ്റെ അമിതമായ പ്രസരം നമ്മുടെ സംഘടനയിലേക്ക് ഇന്നുവരെ കടന്നു വന്നിട്ടില്ല. കേരളത്തിൽ എനിക്ക് തോന്നുന്നു മതവർഗീയതയില്ലാതെ, വലിയ മത്സരങ്ങളില്ലാതെ, സൗഹൃദത്തിൻ്റെ സ്നേഹത്തിൻ്റെ സ്വരത്തിൽ എല്ലാവരും ഒരുമയോടുകൂടി പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഒരു സംഘടനയുണ്ടെങ്കിൽ അത് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ആണ് എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി തന്നെ പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇഫ്താർ സംഗമം പോലുള്ള സംഗമം നടത്തുമ്പോൾ ആത്മസമർപ്പണത്തോടുകൂടി, ആത്മാഭിമാനത്തോടുകൂടി, മറ്റുള്ള പലർക്കും ഇല്ലാതെ പോലെ തന്നെ നാം അത് പാലിച്ചുകൊണ്ടാണ് നാം അത് നടത്തുന്നത് എന്നുകൂടി നമുക്ക് ഈ സമൂഹത്തിനോട് വിളിച്ചു പറയുവാനും ഇങ്ങനെയുള്ള ഇഫ്താർ സംഗമങ്ങളൊക്കെ നമുക്ക് ശക്തി പകരുന്നു എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. നാം നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ പലപ്പോഴും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്, നമ്മുടെ നാട്ടിൽ ആരാണ് ഇത്രയേറെ വർഗീയത വളർത്തുന്നത്? എനിക്ക് തോന്നുന്നു എല്ലാ മതങ്ങളും, എല്ലാ മതഗ്രന്ഥങ്ങളും നന്മ തന്നെയാണ് പ്രതിദാനം ചെയ്യുന്നത്. ഒരു മതഗ്രന്ഥങ്ങളും ഇന്നുവരെ പറഞ്ഞിട്ടില്ല ഇതര മത വിഭാഗങ്ങളെ കുറച്ചു കാണിക്കുവാനോ അവയെ തേജോവധം ചെയ്യുവാനോ അവരെ കുറ്റം പറയുവാനോ ഒരു മതഗ്രന്ഥങ്ങളോ മതമേലധ്യക്ഷന്മാരോ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു പ്രവാചകന്മാരോ ഒരു ദൈവമോ കർത്താവടക്കമുള്ള ഒരു ബൈബിൾ അടക്കമുള്ള അല്ലെങ്കിൽ ഖുർആൻ അടക്കമുള്ള ഭഗവത്ഗീത അടക്കമുള്ള ഒരു ഗ്രന്ഥങ്ങളിലും ഇതര മതസ്ഥരെ അല്ലെങ്കിൽ അവരെ കുറച്ചു കാണിക്കുവാനോ അവരെ നിന്ദിക്കുവാനോ പറയാത്ത നമ്മുടെ കേരളത്തിൽ നമുക്കറിയാം, പലപ്പോഴും സത്യം മറച്ചു വെച്ചുകൊണ്ടാണ് പലരും സംസാരിക്കാറുള്ളത്. പക്ഷെ ആ സത്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം. പലപ്പോഴും അമിതമായ രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം നമ്മുടെ സമൂഹത്തെ വേട്ടയാടുമ്പോൾ, ഓരോ ഇലക്ഷനും വരുമ്പോൾ മനസ്സിൽ നന്മയുള്ള ഓരോ വ്യക്തിയും പേടിക്കുകയാണ്. കാരണം എങ്ങനെ വോട്ട് ബാങ്കുകളെ സൃഷ്ടിക്കാമെന്ന് പരസ്പരം കാലുഷ്യമുള്ള ജനങ്ങളെ സൃഷ്ടിക്കുന്ന ഇവിടുത്തെ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമാണ് നമ്മുടെ സമൂഹത്തിൽ മതവർഗീയത വളർത്തുന്നതെന്ന് പറയാതിരിക്കുവാൻ സാധിക്കില്ല. ഇത് പറയുന്ന ആളുകളെ പോലും പലപ്പോഴും കുറ്റപ്പെടുത്തുന്ന ഒരു സമൂഹമാണ്. പക്ഷെ നമ്മൾ ഓരോരുത്തരും, നമ്മളെല്ലാവരും തന്നെ ഓരോ മതത്തിൽ വിശ്വസിക്കുന്നവരാണ്. നമ്മളെല്ലാവരും തന്നെ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ചിലപ്പോൾ വിശ്വസിക്കുന്നുണ്ടാവും. പക്ഷേ നാം അറിയാതെ നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നമ്മളിലേക്ക് വർഗീയതയുടെ വിഷം കുത്തിവെക്കുമ്പോൾ ഈ സമൂഹം അറിയാതെ തന്നെ സമൂഹത്തിൽ വർഗീയത എന്ന് പറയുന്നത് ഒരു വിപത്തായിട്ട് മാറുകയാണ്. അതിനെ നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാകും. നല്ല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും നല്ല രാഷ്ട്രീയ ചിന്താഗതികളെയും നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ തന്നെ ഏതാണ്ട് കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, കേരളത്തിലെ എന്നല്ല ഭാരതത്തിലെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വോട്ട് ബാങ്കിനെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് സമൂഹത്തിലേക്ക് വർഗീയതയുടെ വിഷം കുത്തിവെക്കുന്നുണ്ട് എന്നുള്ള കാര്യം നാം ഒരു കുറച്ചെങ്കിലും ഓർക്കുന്നത് നമുക്ക് നന്നായിരിക്കും. ഞാൻ കൂടുതലായിട്ടൊരു പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. കാരണം ഈ വിഷയം നമ്മുടെ സമൂഹത്തിലേക്ക് എടുത്തിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പലർക്കും അത് ഇഷ്ടപ്പെടാത്തൊരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കിയേ തീരൂ. വർഗീയതയും അതുപോലെ തന്നെ മയക്കുമരുന്നും നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമുക്ക് ഒഴിപ്പിച്ചാൽ മാത്രമാണ് നമുക്ക് നന്മയോടുകൂടി നല്ലൊരു തലമുറയെ, നമ്മളെ കൊല്ലാത്ത കുട്ടികളെ, നമുക്കറിയാം നമുക്കെല്ലാവർക്കും കുട്ടികളുണ്ട്, ഈ കുട്ടികളെല്ലാവരും നല്ലവരാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷെ പലപ്പോഴും നാം അറിയാതെ നമ്മുടെ കുട്ടികളിലേക്കും ഈ വിപത്ത് വന്ന് കയറുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ, ഇഫ്താർ സംഗമങ്ങൾ, ക്രിസ്തുമസ് ആഘോഷങ്ങൾ, ഓണാഘോഷങ്ങൾ അടക്കമുള്ള എല്ലാ മതത്തിൻ്റെയും ആഘോഷങ്ങൾ ഒരുമിച്ച് നിന്ന് ആഘോഷിക്കുകയും ഇതര മതങ്ങളെ അറിയാൻ ശ്രമിക്കുകയും നമ്മുടെ മതങ്ങളിൽ മാത്രമല്ല നന്മയുള്ളത്, എല്ലാ മതത്തിലും നന്മയുണ്ട് എന്ന വിശ്വാസത്തോടു കൂടി, ദൈവം ഒന്നേയുള്ളൂ എന്ന വിശ്വാസത്തോടു കൂടി അത് വ്യത്യസ്ത രീതിയിൽ കാണുന്നു, വ്യത്യസ്ത രീതിയിൽ നമ്മൾ ആരാധിക്കുന്നു എന്നുള്ളല്ലാതെ ലോകത്തിലെ ദൈവമെല്ലാം ഒന്നാണെന്ന ചിന്തയോടുകൂടി എല്ലാ മനുഷ്യരും ഒന്നാണ്, എല്ലാ മതങ്ങളും ഒന്നാണ് എന്നൊരു ചിന്തയോടുകൂടി ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു സമയക്കുറമൂലം കൂടുതലായിട്ടൊരു പ്രസംഗത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഇഫ്താർ ആശംസകൾ നേർന്നുകൊണ്ട് കോട്ടയം ജില്ലയെ ഇത്രയും നല്ലൊരു പരിപാടി സംഘടിപ്പിച്ച് ഇത്രയും നല്ല പരിപാടി എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലത്ത് വെച്ച് നടത്തുന്ന
ഈ പരിപാടിക്ക് എല്ലാവിധ സംസ്ഥാന കമ്മിറ്റിയുടെ ആശംസകൾ നേർന്നുകൊണ്ട് ഈ യോഗം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തിട്ട് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ കോട്ടയം ജില്ലയുടെ കീഴിൽ ഇന്നിവിടെ നടക്കുന്ന ഇഫ്താർ സംഗമം, അതിലാദ്യം തന്നെ ഈ വേദിയിലിരിക്കുന്ന ഏറെ ആദരണീയരായവർ, അതുപോലെ തന്നെ സദസ്സിലും ഇരിക്കുന്ന ഏറെ ആദരണീയർ, എല്ലാവർക്കും ആദ്യം തന്നെ നല്ല ഒരു ദിവസം ആശംസിക്കുകയാണ്. നമുക്കറിയാം, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് സമകാലിക സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഈരാറ്റുപേട്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പലതരത്തിലുമുള്ള വർഗീയ ആരോപണങ്ങളൊക്കെ നടത്തുമ്പോൾ അതിനെയൊക്കെ ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഒരു മഹത്തായ, ഈ ഒരു പുണ്യമായ സ്ഥലത്ത് തന്നെ ഈ ഒരു ഇഫ്താർ സംഗമം സംഘടിപ്പിക്കാൻ മനസ്സ് കാണിച്ച KHRയുടെ എല്ലാ ഭാരവാഹികൾക്കും ആദ്യം തന്നെ ഒരു പ്രത്യേകമായ ഒരു നന്ദിയും അറിയിക്കുകയാണ്. വിശ്വാസി സമൂഹം, ലോകത്ത് എമ്പാടുമുള്ളവർ അവർ വിശുദ്ധമായ മാസത്തിൽ നോമ്പ് ആചരിക്കുന്ന ഒരു സമയം. ഈ നോമ്പ് എന്ന് പറയുന്നത് ആ നോമ്പ് നോറ്റവർക്ക്, എൻ്റെ പ്രിയ സഹോദരങ്ങൾക്കറിയാം, നോമ്പ് നോറ്റവർക്കറിയാം, അവർ ഏറ്റവും കൂടുതൽ ത്യാഗം ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അവരവരുടെ വിശപ്പും ദാഹവും മാറ്റിവെക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ലോകത്തിൻ്റെ മൊത്തത്തിലൊരു അവസ്ഥ നോക്കുകയാണെങ്കിൽ 2 വിഭാഗം മനുഷ്യരാണ് ഏറ്റവും വലിയ അവഗണന നേരിടുന്നത്, അതല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ദുരിതപൂർണമായ ഒരു ജീവിതം നയിക്കുന്നത്. ഒന്ന്, ഭക്ഷണം ലഭിക്കാതെ പട്ടിണി അനുഭവിക്കുന്നവരും. 2, അനാഥത്വം പേറി ഒറ്റയ്ക്ക് താമസിക്കുന്നവരുമാണ്. ഇപ്പം ഐക്യരാഷ്ട്രസഭയുടെയൊക്കെ കീഴിലുള്ള കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ലോകം അതീവ ഗുരുതരമായ ഒരു പട്ടിണിയിലേക്കാണ് നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് ഏകദേശം 4 സെക്കൻഡിൽ ഒരാൾ ഭക്ഷണം ലഭിക്കാതെ മരിക്കുന്നു എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് നമുക്ക് ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ എത്രത്തോളം, അതുപോലെ തന്നെ ഒരുപാട് രാജ്യങ്ങൾ പട്ടിണിയിലേക്ക് പോകുന്നു, ഒരുപാട് മനുഷ്യർ പട്ടിണിയുടെ വക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലോകം അഭിമുഖീകരിക്കുന്ന ഈ ഒരു വലിയ പ്രശ്നം നമുക്ക് എങ്ങനെയാണ് ഒന്ന് മാറ്റിയെടുക്കാൻ സാധിക്കുന്നത്? അതുപോലെ തന്നെ അനാഥത്വം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ചുറ്റുപാടിൽ പല ഘട്ടങ്ങളിലായി പലരും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ സുഗമമായി ജീവിക്കാൻ കഴിയുള്ളൂ. ഒരു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാതാപിതാക്കൾ വേണം, അവർക്ക് സഹോദരങ്ങൾ വേണം, ഇനി ഒരു പ്രായപൂർത്തിയായ ഒരു ആണിനോ പെണ്ണിനോ അവർക്ക് ഇണകൾ വേണം, ഇനി അവർക്ക് കുറച്ച് കാലം കഴിഞ്ഞാൽ അവർക്ക് മക്കൾ വേണം. അങ്ങനെ പല സന്ദർഭത്തിലും മനുഷ്യർ പലരെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊക്കെ നമ്മുടെ ജീവിതം ഒന്ന് തുലനം ചെയ്താലേ അറിയാം, ഒരിക്കലും ഒറ്റയ്ക്കുള്ള ഒരു ജീവിതം നമുക്ക് ഒരു നല്ല രീതിയിൽ കഴിയാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെയാണ് 2 കൂട്ടരുടെ സംഗമമാണ് ഇവിടെ. എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു. ഒന്ന്, മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമായ ഭക്ഷണം, അതിനൊരു പരിഹാരം കാണുന്നു. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ പണമുണ്ടെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ ധാരാളം സമ്പത്ത് കുമിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിലും ഭക്ഷണം ലഭിക്കാതെ വരുന്ന ഒരവസ്ഥയെന്ന് പറഞ്ഞാൽ വളരെ ദുർഘടമായ ഒരവസ്ഥയാണ്. മനുഷ്യൻ ഭക്ഷണം ലഭിക്കാതെ മണൽ വാരി തിന്ന് മരിക്കുന്ന ഒരു സാഹചര്യം വരെ നാം ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പം അത്തരം ഒരു സാഹചര്യം, ഇപ്പം നമുക്കുള്ള ഒരു അപരിചിതമായ ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ നമ്മുടെ ധാരാളം പണമുണ്ട്, നമ്മളവിടെ സ്വീകരിക്കാനോ നമ്മളെ പരിഗണിക്കാനോ ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് നമുക്ക് ഭക്ഷണം ലഭിക്കണമെങ്കിൽ, ഒരു മനുഷ്യന് അവൻ്റെ ഏറ്റവും ആരോഗ്യകരമായ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ അവന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്, ഘടകമാണ് ഭക്ഷണം എന്ന് പറയുന്നത്. ആ ഭക്ഷണം ലഭിക്കുന്നത് നമുക്ക് ഹോട്ടലുകളിൽ നിന്നും റെസ്റ്റോറൻറ്റുകളിൽ നിന്നുമാണ്. അപ്പോൾ നിങ്ങൾ പണം കൊടുത്തിട്ടാണെങ്കിലും പണമില്ലാതെയാണെങ്കിലും, ഇപ്പം KHRയുടെ ഒരുപാട് പ്രവർത്തനങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനാണ് നിങ്ങളുടെ സംസ്ഥാന ട്രഷറർ ഷെരീഫ് സാഹിബ്. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞാൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഈ നന്മയുടെ ലോകത്ത് ഒരുപാട് പ്രവർത്തനം ചെയ്യുന്നു, പക്ഷേ അധികം പബ്ലിസിറ്റി ഒന്നുമില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പം ഒരു സ്കൂൾ തുറക്കുന്ന അധ്യയന വർഷത്തിൽ പുസ്തക വിതരണം പോലെയുള്ള, യൂണിഫോം വിതരണം പോലെയുള്ള മഹത്തായ കർമ്മം
അതുപോലെ തന്നെ ഭക്ഷണത്തിന് പൈസ ഇല്ലാന്നും പറഞ്ഞ് ആരെയും ഭക്ഷണം കൊടുക്കാതെ ഒഴിവാക്കണമെന്നല്ല. നിങ്ങളൊക്കെ ഹോട്ടൽ നടത്തുന്നത് ആരെങ്കിലും ഭക്ഷണത്തിന് പൈസ ഇല്ലെന്ന് പറഞ്ഞ് ആരെയും ഉപദ്രവിക്കുന്നതായി ഒരു വാർത്തയും കേൾക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പണം തന്നിട്ടാണെങ്കിലും പണം ഇല്ലാതാണെങ്കിലും ഏറ്റവും മഹത്തരമായ ഒരു പ്രവൃത്തി ചെയ്യുന്നവരാണ് മനുഷ്യന് ആഹാരം നൽകുന്ന വിഭാഗത്തിൽപ്പെട്ട എൻ്റെ പ്രിയ സഹോദരങ്ങൾ. ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും നടത്തി ഏറ്റവും നല്ല നിലയിലുള്ള ഭക്ഷണം, രുചികരമായ ഭക്ഷണം വളരെ മാന്യമായ നിരക്കിൽ വാങ്ങിച്ചുകൊണ്ട് മനുഷ്യന് ഏറ്റവും നല്ലൊരു സമ്മാനം നൽകുന്ന ഒരു വിഭാഗം. അത് രണ്ടാമത് ബുദ്ധിമുട്ടുന്ന വിഭാഗമാണ് അനാഥത്വമുള്ളവർ. അവിടെ നമുക്കറിയാം, ഇപ്പോൾ ഇവിടെ ഹാറൂൺ സാഹിബിന്റെ നേതൃത്വത്തിൽ ഒരു വലിയൊരു കൂട്ടം തന്നെ ഈരാറ്റുപേട്ടയുടെ ഐശ്വര്യവും തലയെടുപ്പുമായി കരുണയുടെ അംഗങ്ങൾ. ഇവിടെ 65ഓളം നമ്മുടെ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും ഉണ്ടായിരുന്നതാണ്. പക്ഷേ ജീവിത യാത്രക്കിടയിൽ എപ്പോഴൊക്കെ ഉണ്ടായ ചില താളപ്പിടികളുടെ ആ ഒരു സന്ദർഭത്തിലാണ് പലപ്പോഴും 65ഓളം ആളുകൾ ഒറ്റപ്പെട്ടു പോയത്. അപ്പോൾ ആ ഒറ്റപ്പെട്ടു പോയ ആൾക്കാരെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഇവിടെ കരുണയുടെ പ്രിയപ്പെട്ടവർ, ഈരാറ്റുപേട്ടയെ സംബന്ധിച്ചിടത്തോളം കരുണ പോലെയുള്ള, തണൽ പോലെയുള്ള, സാന്ത്വനം പോലെയുള്ള ഒരുപാട് കൂട്ടായ്മകളുണ്ട്. അപ്പോൾ അതിലേറ്റവും മുഖ്യ പദത്തിൽ നിൽക്കുന്നതാണ് കരുണ എന്ന് പറയുന്നത്. അപ്പം കരുണയുടെ അനാഥത്വത്തിന് ഒരു പരിഹാരം നൽകുന്ന ഒരു വിഭാഗമായ കരുണയുടെ പ്രവർത്തകർ, ഭക്ഷണത്തിന് പരിഹാരം നൽകുന്ന കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ, ഈ രണ്ടുപേരുടെയും സംഗമം എന്ന് പറയുന്നത് വലിയ സന്തോഷവും സമാശ്വാസവും നൽകുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. നമുക്കറിയാം, ഈ ഒരു മാസം എന്ന് പറയുന്നത് ഭക്ഷണം അതിൻ്റെ ഏറ്റവും വലിയ വിലയറിയുന്ന മാസമാണെങ്കിലും ആ ഒരു ഭക്ഷണത്തിന് വലിയ പ്രാധാന്യം നൽകിയത് വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആന്റെ അവതരണമാണ് ഈ മാസത്തിന് എല്ലാ പ്രാധാന്യവും ഗാംഭീര്യവും നൽകിയത്. ഈ വിശുദ്ധ ഖുർആൻ ദൈവിക ഗ്രന്ഥം, അതിലൂടെ ഈ ഗ്രന്ഥത്തിന്റെ ഉടമയായ അള്ളാഹു ദൈവം പറയുന്നുണ്ട്, ഒരു വിഭാഗം ആളുകൾ സ്വർഗത്തിൽ പ്രവേശിച്ചു. അപ്പോൾ ഖുർആൻ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം, അറിയാത്തവരുണ്ടെങ്കിൽ മനസ്സിലാക്കണം. ഖുർആൻ എന്ന് പറയുന്നത് ഭൂതകാലവും വർത്തമാനകാലവും ഭാവികാലവും ഒക്കെയും നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു വേദഗ്രന്ഥമാണ്. എല്ലാവർക്കും അവരുടെ വിശ്വാസത്തിൽ വേദഗ്രന്ഥങ്ങളുണ്ട്. എല്ലാ വേദഗ്രന്ഥങ്ങളും നന്മ മാത്രമാണ് നമ്മളോട് കൽപ്പിക്കുന്നത്. അങ്ങനെ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത് ഒരു വിഭാഗം ആൾക്കാർ സ്വർഗത്തിൽ പ്രവേശിക്കും. അതെന്തുകൊണ്ടാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതെന്ന് ആ സ്വർഗീയാവകാശികൾ തന്നെ പറയുന്നതായി ഈ വേദഗ്രന്ഥത്തിൽ കാണാൻ പറ്റും. നിങ്ങൾ പഠിക്കാൻ അവസരമുണ്ടെങ്കിൽ ഈ ഖുർആനിലെ 76-ാമത്തെ അധ്യായം, ആ അധ്യായത്തിന്റെ പേര് മനുഷ്യൻ എന്നാണ്. ആ അധ്യായത്തിന്റെ 5-ാമത് മുതലുള്ള വചനം നാം ഒന്ന് പഠിച്ചു നോക്കുകയാണെങ്കിൽ കൃത്യമായി മനസ്സിലാക്കും എന്തുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിച്ചു. സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള പ്രഥമ പരിഗണന എന്ന് പറഞ്ഞാൽ അവർ പാവങ്ങൾക്ക് ആഹാരം കൊടുക്കുമായിരുന്നു, അനാഥകളെ സഹായിക്കുമായിരുന്നു, ആരുമില്ലാത്തവരെ ചേർത്ത് നിർത്തുമായിരുന്നു. നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യരും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള, അല്ലെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഒരു കടമയാണ്, കർമ്മമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം കരുണ എന്ന് പറയുന്നത് അനാഥത്വമുള്ളവരെ അതിൻ്റെ ഒരു ലാഞ്ചന പോലും അറിയിക്കാതെ എല്ലാവരും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അല്ല, ഇവിടെ കരുണയിലുള്ളവരെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊക്കെയും തിരക്കുള്ളവരാണ്. നമ്മളൊക്കെയും കച്ചവടവും മറ്റു യാത്രകളൊക്കെ തിരക്കുള്ളപ്പോൾ ഈ ആരോരുമില്ലാത്തവരുടെ മുഴുവൻ കാര്യങ്ങൾക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന, മറ്റു ഒരു ഭൗതിക ലാഭേച്ഛയുമില്ലാതെ ഇവിടെ വരുന്ന ഓരോ അഗതികൾക്കും ഏറ്റവും നല്ല ജീവിതം സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊക്കെ വലിയ സന്തോഷം നൽകുന്ന പ്രവർത്തനമാണ്. അപ്പോൾ അങ്ങനെ അഗതികളെ സന്തോഷിപ്പിക്കുന്നവർ, അഗതികളെ പരിചരിക്കുന്നവർ സ്വർഗത്തിൽ കടക്കുമെന്ന് വേദഗ്രന്ഥത്തിലൂടെ ദൈവം നമ്മളെ അറിയിക്കുന്നു. അതുപോലെ തന്നെയുള്ള ഒരു വിഭാഗമാണ് ഭക്ഷണം നൽകുക. ആ ഭക്ഷണം നൽകുന്ന വിഭാഗവും സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഹോട്ടലുകൾ നടത്തുന്ന, റെസ്റ്റോറൻറ്റ് നടത്തുന്ന നിങ്ങൾക്കൊക്കെയും ഓരോരുത്തർക്കും നിങ്ങളുടെ ജീവിതത്തിൽ പല കച്ചവടത്തിൽ അനുഭവങ്ങൾ ഉണ്ടാകും അല്ലേ? ഭക്ഷണം കഴിക്കാൻ പണമില്ല, പക്ഷെ അവരുടെ അഭിമാനം സമ്മതിക്കുന്നില്ല ഭക്ഷണം കഴിക്കാൻ പണമില്ല എന്ന് പറയാതെ വളരെ രഹസ്യമായിക്കൊണ്ട് നിങ്ങളെ അറിയിക്കുകയും നിങ്ങൾ അത്തരം പ്രവർത്തനങ്ങളിലൊക്കെ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാരും ഭാഗമായിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല പരിചരണമാണ് വിശക്കുന്ന മനുഷ്യന് ഭക്ഷണം നൽകുക, ആരാരുമില്ലാത്തവർക്ക് എല്ലാവിധ സഹായ സഹകരണം നൽകുക. അപ്പോൾ അത്തരം മഹത്തായ കർമ്മങ്ങൾ ചെയ്യുന്ന രണ്ട് കൂട്ടരാണ് ഇവിടെ ഉള്ളത് എന്നത് വീണ്ടും ഞാൻ പറയുന്നു, ഒരിക്കൽ കൂടി പറയുന്നു, വലിയ സന്തോഷമുണ്ടാക്കുന്നു. ഇത്തരം മഹത്തായ കർമ്മങ്ങൾ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ കീഴിൽ ഇനിയും ധാരാളം കർമ്മങ്ങൾ നടത്തണം. കാരണം
നേരത്തെ ഇവിടെ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ നാട് ഓരോ നിമിഷവും ചില വർഗീയമായി മലീമസമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനെയൊക്കെ പാടെ ഒഴിവാക്കാൻ വേണ്ടി ഏറ്റവും നല്ല സംരംഭം എന്ന് പറയുന്നത് ഇവിടെ ജാതി മത വർഗ ലിംഗം ഒന്നും വ്യത്യാസമില്ലാതെ, സംഘടനാ സങ്കുചിത്വമില്ലാതെ, രാഷ്ട്രീയ പ്രേരണ ഇല്ലാതെ എല്ലാവരും ഒരു കുടക്കീഴിൽ നിൽക്കുന്നു. അതുപോലെ തന്നെയാണ് കരുണയുടെ ഭാരവാഹികൾ. ഇവിടെ രാഷ്ട്രീയപരമായ യാതൊരു സ്വാധീനവുമില്ല, ഭൗതികകരമായ യാതൊരു ലാഭേച്ഛയും ഇല്ലാതെ എല്ലാം ദൈവിക പ്രീതിക്ക് വേണ്ടി നടത്തുന്ന ഈ ഒരു പ്രവർത്തനം, അതിന് ഇന്ന് ഏറ്റവും നല്ല മഹത്തായ ഒരു സംരംഭമായ കരുണ പാലിയേറ്റീവ് തിരഞ്ഞെടുത്ത KHRIക്കും അതിൻ്റെ ഭാരവാഹികൾക്കും അതുപോലെ തന്നെ അതിന് ആതിഥേയത്വം വഹിക്കുന്ന നമ്മുടെ കരുണ പാലിയേറ്റീവിൻ്റെ പ്രവർത്തകർക്കും ഇവരുടെ അന്തേവാസികൾക്കും ഒക്കെയും ഒറ്റവാക്കിൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്നേഹനിധികളായ KHRയുടെയും പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, റംസാന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഭക്ഷണപാനീയങ്ങളിൽ നിന്നുള്ള ഉപവാസം മാത്രമല്ല, പരിവർത്തനത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയും ആത്മീയ വളർച്ചയുടെ ഭാഗമാണ് ഈ റംസാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പുണ്യമാസം നൽകുന്ന നോമ്പ് അനുഷ്ഠിക്കുന്നത് മാത്രമല്ല, ചുറ്റുമുള്ള സഹജീവികളോടുള്ള കരുണയാണ് അതിൻ്റെ പ്രധാനം. ഈ മാസത്തിൽ ഇങ്ങനെ ഒരു സംരംഭം അത് മാനസിക ഐക്യത്തിൻ്റെ ഒരു വേദിയാക്കി മാറ്റാനും, അതുപോലെ തന്നെ ഈ റംസാൻ റിലീഫ് കൊണ്ട് മനുഷ്യ ഹൃദയങ്ങളെ ഒന്നിപ്പിക്കുവാനും എല്ലാം സാധിക്കുന്ന ഈ ഇഫ്താർ സംഗമത്തിൻ്റെ കോട്ടയം ജില്ലയിൽ കാണിച്ച ഈ പരിപാടിക്ക് എല്ലാവിധ ഭാഗങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഇത് പോയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ, അതുപോലെ ജില്ലാ അധ്യക്ഷൻ, വിശിഷ്ടാതിഥികളടങ്ങുന്ന ഈ ഒരു സദസ്സുണ്ടല്ലോ, അതെല്ലാം എന്തുകൊണ്ടും ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. കാരണം ആരോരുമില്ലാത്തവരെ ചേർത്ത് പിടിക്കാൻ കാണിച്ച നിങ്ങളുടെ സൗമനസ്യം എന്തുകൊണ്ടും വളരെ എന്താണ് അതിന് പറയാൻ എനിക്ക് സന്തോഷത്തിന് ഉള്ള വാക്കുകളില്ല. അപ്പോൾ അതുപോലെ നിൽക്കുന്ന ഈ അവസരത്തിൽ ഈ ചുരുങ്ങിയ സമയത്തിലൂടെ എനിക്ക് വലിയൊരു സന്ദേശമൊന്നും തരാനില്ല. എന്നാലും 15 വർഷമായി ഈ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കരുണ 15 വർഷമായിട്ട് ഈ ഒരു അഭയകേന്ദ്രമല്ല, ചുറ്റുവട്ടത്തുള്ള 5ഓളം പഞ്ചായത്തുകളിൽ നടത്തുന്ന സർവീസുകൾ, ഹോം കെയറുകൾ, ഈ കിറ്റ് വിതരണം, അതുപോലെ തന്നെ മരുന്ന് പിറന്നവർക്കായിട്ട് 5ഓളം പഞ്ചായത്തുകൾ, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ, ജീവിതത്തിലെ ഇടനാഴികളിൽ വീണുപോയ ഒട്ടേറെ മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ ഏതാണ്ട് 200ഓളം ഇത് കൂടാണ്ട് 200ഓളം മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ ഞാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കൂടുതലായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഇഫ്താർ സംഗമത്തിൽ കേരള വ്യവസായി, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അംഗങ്ങളുടെ ഈ കൂട്ടായ്മയിൽ എന്തുകൊണ്ടും ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം പെയ്തിറങ്ങുന്ന ഒരു സദസ്സാണ്. അതൊന്ന് ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുകയാണ്. കൂടുതൽ വിവരങ്ങൾ കരുണയെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഓഫീസുമായി ബന്ധപ്പെട്ടാൽ അറിയാൻ സാധിക്കും. എനിക്ക് വേറൊരു ഇഫ്താർ സംഗമമുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് നിങ്ങളോട് വേറൊരു സംഗമത്തിലേക്ക് പോകേണ്ടതുള്ളത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് നിങ്ങളോട് അനുവാദിച്ചു വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, നോമ്പ് തുറക്കുന്നതിന് കറക്റ്റ് 10 മിനിറ്റാണ് ഉള്ളത്. 6:36-നാണ് ബാങ്ക് വിളിക്കുന്നത്. എല്ലാവരും പറഞ്ഞതുപോലെ വളരെ പവിത്രമായിട്ടുള്ള ഒരു ചടങ്ങിലും സന്ദർഭത്തിലുമാണ് നാം എല്ലാവരും ഉള്ളത്. ഇസ്ലാമിൻ്റെ എല്ലാ കർമ്മങ്ങളും 5 പഞ്ചസ്തംഭങ്ങളാണ് ഇസ്ലാമിനുള്ളത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ 5 കാര്യങ്ങളാണ്. ഒന്നാമത്തത് വിശ്വാസമാണ്, രണ്ടാമത്തത് നമസ്കാരമാണ്, മൂന്നാമത്തത് നോയമ്പാണ്, നാലാമത്തത് സക്കാത്താണ്, അഞ്ചാമത്തത് ഹജ്ജാണ്. ഈ 5 കാര്യങ്ങൾ ചേർന്നതാണ് ഇസ്ലാം. ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, സിംഗിളായിട്ടുള്ള കാര്യങ്ങളെ അതൊരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. എല്ലാം സമൂഹപരമായിട്ടാണ്, എല്ലാം ജമാഅത്തായിട്ടാണ് നാം പറയുക. നമസ്കരിക്കുന്നത് ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ 27 മടങ്ങ് പ്രതിഫലം കൂടുതലാണ് കൂട്ടമായി നമസ്കരിക്കുന്നതിന്. അവിടുത്തെ ഹജ്ജാണെങ്കിലും സക്കാത്താണെങ്കിലും അത് സംഘടിതമായിട്ട് കൊടുക്കണം. നോയമ്പാണെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ സാമൂഹ്യ പരത എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരുമിച്ചിരിപ്പാണ്. യഥാർത്ഥത്തിൽ ഇഫ്താർ എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തെക്കാൾ ഉപരി പങ്കുവെക്കലിൻ്റെ ഒരു സന്ദേശമാണ്. അങ്ങനെ എല്ലാം സാമൂഹ്യപരമായിട്ട് കെട്ടുറപ്പുണ്ടാക്കുക,
സാമൂഹ്യപരമായിട്ടുള്ള ഐക്യമുണ്ടാക്കുക, പരസ്പര സൗഹൃദവും പരസ്പര സ്നേഹവും പകരുക എന്നുള്ള ആംഗിളിലാണ് ഇസ്ലാമിൻ്റെ എല്ലാ കർമ്മങ്ങളും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇഫ്താറിന് വലിയ പ്രസക്തിയുണ്ട്. നേരത്തെ ഇവിടുത്തെ മുഖ്യ പ്രഭാഷകൻ പറഞ്ഞതുപോലെ ഈരാറ്റുപേട്ട എന്ന് പറഞ്ഞാൽ ഒരാൾ വിശേഷിപ്പിച്ചത് കേരളത്തിലെ താലിബാൻ പ്രദേശമെന്നാണ്. സത്യത്തിൽ ഈരാറ്റുപേട്ടയിൽ താമസിക്കുന്ന ഒരാളെങ്കിലും, ഇവിടെ താമസിച്ച ഒരാളെങ്കിലും അങ്ങനെ പറയും എന്ന് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും സൗഹൃദത്തോടുകൂടി ഈരാറ്റുപേട്ടയിൽ ഒരു അമുസ്ലിം ആയിട്ടുള്ള ഒരു ക്രൈസ്തവ സഹോദരനോ ഹൈന്ദവ സഹോദരനോ താമസിച്ചാൽ 6 മാസം താമസിച്ചാൽ പിന്നെ അയാൾ ഈരാറ്റുപേട്ട വിട്ടു പോകില്ല. അത്രമാത്രം സ്നേഹ മസൃണവും അത്രമാത്രം സൗഹൃദത്തിലുമാണ് ഈ നാട് കഴിയുന്നത്. പിന്നെ എല്ലാ ഇടങ്ങളിലും പുഴുക്കുത്തുകളുണ്ട്. 1, 2, 3, 10, 15 ആളുകൾ ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലുള്ള പേരുദോഷങ്ങൾക്ക് ഒരു നാടിനെ മുഴുവൻ മലിമസമാക്കുന്ന, ഒരു നാടിനെ മുഴുവൻ മുൾമുനയിൽ നിർത്തുന്ന അത്യന്തം വിനാശകരമായിട്ടുള്ള ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. അതിൻ്റെയൊക്കെ മൂല കാരണം എന്താണെന്ന് ഞാൻ ഈ വൈകിയ സന്ദർഭത്തിൽ പറയുന്നില്ല. ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ഈ നാട് കൊടുത്ത ഒരു പണിഷ്മെൻറ്റ്, ആ പണിഷ്മെൻറ്റിന് ഈ നാടിനോട് അയാൾ ചെയ്തു കൂട്ടുന്ന പ്രതികാരം, അതിൻ്റെയൊക്കെ ഫലമാണ് ഇന്ന് ഈരാറ്റുപേട്ടയ്ക്കെതിരെ ഉണ്ടാകുന്ന എല്ലാ പ്രചാരണങ്ങളും എന്നുള്ളതാണ് ആറ്റിക്കുറുക്കിയ അതിൻ്റെ ഒരു സത്യം. ഏതായാലും ഈ വൈകിയ വേളയിൽ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഏറ്റവും പവിത്രമായ ഒരു ചടങ്ങ് ഇവിടെ നടക്കേണ്ടതുണ്ട്. ഇവിടുത്തെ നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ 60-ാം വയസ്സ് എന്ന് പറഞ്ഞാൽ വളരെയേറെ പ്രസക്തമായിട്ടുള്ളൊരു പ്രായമാണ്. 60 എന്ന് പറഞ്ഞാൽ അല്ലേ, ഒരു വലിയ പ്രാധാന്യമുള്ള ഒരു പ്രായമാണ് 60. 60ലേക്ക് ഇന്നത്തെ ഈ പുണ്യമായിട്ടുള്ള ഈ ദിനത്തിൽ അദ്ദേഹം എത്തുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഏറെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എല്ലായിടങ്ങളിലും 2 or 3 സംഘടനകൾ സമാന മേഖലയിലുണ്ട്. വ്യാപാരി വ്യവസായി ആണെങ്കിൽ സമിതിയുണ്ട്. ഓരോ മേഖലയിലും 2-3 സംഘടനകൾ കാണും. പക്ഷെ ഞാൻ അറിഞ്ഞിടത്തോളം കേരളത്തിലെ ഹോട്ടൽ ആൻഡ് ആ വ്യവസായ മേഖല ഒരേ ഒരു സംഘടനയുടെ കീഴിൽ അണിനിരന്നിരിക്കുന്നു. അതിൻ്റെ ഒരു പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഒരു MLAക്കോ മന്ത്രിക്കോ ഒക്കെ കൊടുക്കുന്ന ഒരു വിലയോടുകൂടി തന്നെയാണ് ആ മനുഷ്യനെ കാണുന്നത്. തീർച്ചയായിട്ടും ഈ സംഘടനയെ കൂടുതൽ കെട്ടുറപ്പോടെ കേരളത്തിലെ ഹോട്ടൽ മേഖല അല്ലെങ്കിൽ ഈ മേഖല എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പാവങ്ങളെ സഹായിക്കുന്ന, നിങ്ങൾ ഒരു വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുക്കാറില്ല. വിശക്കുന്ന ഒരാൾ ഹോട്ടലിലേക്ക് കയറി വന്നാൽ ഒരു ദിവസം ഓരോ ഹോട്ടലുകളിലും എത്രയോ പാവങ്ങൾക്ക് നിങ്ങൾ ഭക്ഷണം നൽകുന്നു. സത്യത്തിൽ നിങ്ങൾ സഹായിക്കുന്നത് പോലെ ലോകത്ത് ഒരാളും ആരെയും സഹായിക്കുന്നില്ല. അത്രമാത്രം പുണ്യപ്രവർത്തികൾ ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ സംഘടനയ്ക്ക് ദൈവത്തിൻ്റെ കാരുണ്യം കിട്ടുന്ന ഒരു സംഘടനയാണ്. ഈ സംഘടന ഇങ്ങനെ തന്നെ പോവട്ടെ, കൂടുതൽ കരുത്തോടെ പോവട്ടെ എന്ന് ആശംസിച്ച് ഇങ്ങനെ ഒരു പരിപാടി മനോഹരമായി സംഘടിപ്പിച്ച ഞങ്ങളുടെ നാടിൻ്റെ പ്രിയങ്കരനായിട്ടുള്ള ആൾ കൂടിയാണ് പ്രിയപ്പെട്ട ശരിവാക്ക. അദ്ദേഹം എല്ലാ നല്ല കാര്യങ്ങൾക്കും ഈരാറ്റുപേട്ടയിൽ മുന്നിൽ നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തെയും പ്രത്യേകം അനുസ്മരിച്ച് സംസ്ഥാന പ്രസിഡന്റ്, സംസ്ഥാന ഭാരവാഹികൾ ഒന്നടങ്കം ഇവിടെയുണ്ട്. എൻ്റെ പാർട്ടിയുടെ ഒരു നേതാവ് കൂടിയാണ് ജിന്ന സാഹിബ് എന്ന് ഞാൻ ഇപ്പം ശരിവാക്ക പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേർന്ന് എല്ലാ നന്മകളും നേർന്ന് നിർത്തുന്നു. നന്ദി, നമസ്കാരം. റംസാൻ മാസത്തിൽ ഈരാറ്റുപേട്ട നാട്ടിലേക്ക് നിങ്ങൾ വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അതുകൂടാതെ ഈ കരുണ പാലറ്റീവ് സെൻ്ററിലെ എല്ലാവിധ സഹായമായിട്ട് നിങ്ങളെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളതിൽ അതിലും വലിയ സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ റംസാൻ മാസത്തിൻ്റെ പ്രത്യേകത ഇവിടെ എല്ലാവരും അവതരിപ്പിച്ചു കഴിഞ്ഞു. നമുക്ക് ഇനി അതിനെക്കുറിച്ചൊന്നും പറയേണ്ടതായിട്ടില്ല. ഇവിടെ വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. HR ഈരാറ്റുപേട്ട യൂണിറ്റിൻ്റെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.
ഒറ്റവാക്യം എന്ന് പറയും.